അങ്ങനെ ഇവിടെ എത്തിയ ക്രിസ്ത്യൻ തറവാടുകളിൽ പ്രമുഖ തറവാടായിരുന്നു അത്രേ ചിറയത്ത് മഞ്ഞില തറവാട്. ആ മഞ്ഞില തറവാടാണ് പിൽക്കാലത്ത് മലയാള ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായത്. മഞ്ഞിലാസിൻ്റെ ബാനറിൽ മുക്കാട്ടുകരക്കാരനായ എം.ഒ. ജോസഫ് എന്ന സിനിമ ഇതിഹാസകാരൻ നിർമ്മിച്ച 26 സിനിമകളാണ് ഇന്നും മലയാള സിനിമകളുടെ രുചിഭേദങ്ങളുടെ മുക്കാട്ടുകരക്കൂട്ട്. ഈ സിനിമകളിൽ 6ഓളം സിനിമകൾ മികച്ച പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് മുക്കാട്ടുകര പള്ളി മലയാള സിനിമകളുടെ കൂടി ആരാധനാലയമാവുന്നത്. അങ്ങനെ മുക്കാട്ടുകരയിലെത്തിയ ക്രിസ്ത്യാനി കുടുംബങ്ങൾക്ക് ആരാധനാ സൗകര്യങ്ങൾക്കായി അക്കാലത്ത് 20 മൈൽ കടന്ന് പഴുവിൽ പള്ളി വരെ പോകണമായിരുന്നു. ക്രിസ്ത്യാനി കുടുംബങ്ങൾ വർദ്ധിച്ചതോടെ മുക്കാട്ടുകരയിൽ ഒരു പള്ളി സ്ഥാപിക്കാനുള്ള ശ്രമം പേരാറ്റുപുറത്ത് ഇല്ലക്കാർ തന്നെ ഏറ്റെടുത്തെന്നാണ് പറയപ്പെടുന്നത്. അക്കാലത്ത് പേരാറ്റുപുറത്ത് ഇല്ലക്കാർക്ക് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനുമായി നല്ല അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് ശക്തൻ തമ്പുരാനാണ് മുക്കാട്ടുകര പള്ളി പണിയാനായി തീട്ടൂരം കൊടുത്തതെന്നും പറയപ്പെടുന്നു. അങ്ങനെയാണ് 118 സെന്റ് ഭൂമിയിൽ മുക്കാട്ടുകര പള്ളി 1754 സ്ഥാപിതമാകുന്നത്. പുരാതനമായ പാലയൂർ പള്ളിയുടെ ശില്പമാതൃക അവലംബിച്ചാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും 1995 പുതുനിർമ്മിതിയിൽ ആ പൗരാണിക ശില്പസൗന്ദര്യത്തിൻ്റെ ചെറിയ അവശേഷിപ്പ് പോലും ബാക്കി വച്ചില്ലെന്നത് ഇന്നത്തെ പള്ളിയുടെ കാഴ്ചയിൽ പ്രകടമാണ്.